രാജ്യത്തിന്റെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ആവേശത്തിലാണ് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസയും ഡൽഹിയിലെ വർണ്ണാഭമായ പരേഡും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ സാന്നിധ്യവും കൊണ്ട് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം ശ്രദ്ധേയമാണ്. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ കൂട്ടായ ദൃഢനിശ്ചയത്തിന് ഈ അവസരം പുതിയ ഊർജവും ആവേശവും പരക്കട്ടെ എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഭാരതത്തിന്റെ അഭിമാനത്തിന്റെയും മഹത്വത്തിന്റെയും പ്രതീകമായ ഈ ദേശീയോത്സവം ഓരോ പൗരന്റെയും ജീവിതത്തിൽ പുതിയ ഉന്മേഷം നിറയ്ക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ രചിച്ച ദേശീയ ഗാനത്തിന്റെ 150 വർഷങ്ങൾ സ്മരിച്ചുകൊണ്ട് വന്ദേ മാതരത്തിന് 150 വർഷങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രധാന പ്രമേയം. സ്വാതന്ത്ര്യ സമരത്തെയും സാംസ്കാരിക സ്വത്വത്തെയും ആധുനിക ഇന്ത്യയുടെ അഭിലാഷങ്ങളെയും കൂട്ടിയിണക്കുന്നതാണ് ഈ പ്രമേയം. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ രാവിലെ 10:30 പരേഡ്. പ്രതിരോധ കരുത്ത് വിളിച്ചോതുന്ന സൈനിക പ്രകടനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ വൈവിധ്യം വിളിച്ചോതുന്ന ടാബ്ലോ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണത്തെ മുഖ്യ അതിഥികൾ. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ എന്നിവർ പരേഡിൽ പങ്കെടുക്കും. ഞായറാഴ്ച ഇന്ത്യയിലെത്തിയ ഇവർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി രാജ്യം സ്വീകരിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് പിന്നാലെ ജനുവരി 27-ന് പ്രധാനമന്ത്രി മോദിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സമഗ്ര അജണ്ട അംഗീകരിക്കാനും പ്രാദേശികവും ആഗോളവുമായ സഹകരണം വർദ്ധിപ്പിക്കാനും ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകും. അതേസമയം റിപ്പബ്ലിക് ദിനത്തിന്റെ ശുഭകരമായ അവസരത്തിൽ ഇന്ത്യൻ വ്യോമസേന ഊഷ്മളമായ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ആകാശം ബഹുമാനത്തോടെയും ധൈര്യത്തോടെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ വ്യോമസേന എക്സിലെ ഒരു പോസ്റ്റിലൂടെ ആവർത്തിച്ചു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പബ്ലിക് റിലേഷൻസ് ഡയറക്ടറേറ്റിന്റെ ഔദ്യോഗിക അക്കൗണ്ട്, ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ആസ്ഥാനം, അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ, നാവിക ആസ്ഥാനം, DPR എന്നിവിടങ്ങളിലെ ഇന്ത്യൻ നാവികസേനയുടെ വക്താവ് എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. 2026-ലെ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ വ്യോമസേന ഊഷ്മളമായ ആശംസകൾ നേരുന്നു. എപ്പോഴും ജാഗ്രതയോടെ ഇന്ത്യൻ വ്യോമസേന ദൃഢനിശ്ചയത്തിലും വെല്ലുവിളികളെ ചെറുക്കുന്നതിലും കൃത്യനിഷ്ഠതയോടെയും തുടരുന്ന രാജ്യത്തിന്റെ ആകാശം സംരക്ഷിക്കുന്നതിലും നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ബഹുമാനത്തോടെയും ധൈര്യത്തോടെയും ഉയർത്തിപ്പിടിക്കുന്നതിലും അചഞ്ചലമായി തുടരുന്നു. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ സൈനിക സംയുക്തത ഉൾപ്പെടെ 30 ടാബ്ലോകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മുൻ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വെറ്ററൻസ് ടാബ്ലോയും പ്രദർശനത്തിന്റെ ഭാഗമാണ്. തത്സമയ കവറേജോടെ രാവിലെ 9:30-ന് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിച്ചു. 29 ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങളുടെ ഫ്ലൈ പാസോടെ ആഘോഷം അവസാനിക്കും. ഇന്ത്യൻ വ്യോമസേന അതിന്റെ ആചാരപരമായ മാർച്ചിംഗ് കണ്ടിജൻസ്, എയർഫോഴ്സ് ബാൻഡ് കണ്ടിജൻസ്, സായുധ സേനയിലെ വെറ്ററൻ ടാബ്ലോക്സ്, പരമ്പരാഗത ഫ്ലൈ പാസ് എന്നിവയോടൊപ്പം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും. ഇന്ത്യൻ വ്യോമസേനയിൽ 4 ഓഫീസർമാർ ഉൾപ്പെടുന്നു. മാർച്ചിംഗ് കണ്ടിജനുമായി സമന്വയിപ്പിക്കുന്ന സ്പിയർ ഹെഡ് രൂപീകരണത്തിൽ 02 റാഫേൽ, 02 MiG-29, 02 Su-30, 01 ജാഗ്വാർ എന്നിവ ഉൾപ്പെടുന്ന ആവേശകരമായ ഫ്ലൈ പാസ് ആയിരിക്കും. ഈ വർഷം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേന പ്രധാനമായും സിന്ദൂർ രൂപീകരണം പ്രദർശിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത യുദ്ധവിമാനങ്ങൾ പ്രതീകാത്മകമായി വ്യോമശക്തി പ്രദർശിപ്പിക്കും. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മാർച്ചിംഗ് ബാൻഡിന്റെ ഭാഗമായി അഗ്നിവീറുകളും കർത്തവ്യപഥത്തിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കും. ഞായറാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ സൈനിക ശേഷി പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ്, റാഫേൽ യുദ്ധവിമാനങ്ങൾ പറക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധസജ്ജത ഞാൻ കണ്ടു. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ ശക്തിയെ അടിസ്ഥാനമാക്കി നമ്മുടെ പ്രതിരോധ തയ്യാറെടുപ്പിൽ ആളുകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അവർ വ്യക്തമാക്കി. എന്നിരുന്നാലും ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ അതീവ സുരക്ഷാ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.